എൻ്റെ പേര് ബിൻസി ടൈറ്റസ്. ഞാൻ ഒമാനിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പം ലീവിന് വന്നതാ. അപ്പം സത്യത്തിൽ എനിക്കിവിടെ ഒരു ധ്യാനോ ഇതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു രക്തക്കണ്ണീർ ജപമാലയുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒമാനിൽ, ഞാൻ ആഡ് ചെയ്യട്ടെ ബിൻസിയെ എന്ന് ചോദിച്ചു. അപ്പം അത് ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. അത് ചൊല്ലി 2 രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പിന്നെ എനിക്കൊന്നും ചെല്ലാൻ പറ്റുന്നില്ല. എന്നും ഓരോരോ തിരക്കുകളും കൊണ്ട് നടക്കുമായിരുന്നു. അതിനുശേഷം ജിൽസ് ബ്രദറിനെ വിളിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയും ചോദിച്ചു. അപ്പം ബ്രദർ വീട്ടിൽ വരികയും ഞങ്ങളുടെ വീട്ടിൽ അന്ന് പിള്ളേര് 2 പേര് ഹോസ്റ്റലിലാണ്. അവർ വരാനും അവർക്കും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചു. അന്നപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്, ഇവിടെ നിങ്ങൾ വരണം, പല തടസ്സങ്ങളും ഉണ്ടാവും, പക്ഷെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ആ ദിവസം രാവിലെ ഞങ്ങൾക്കൊരു ടെസ്റ്റിന് പോകണമായിരുന്നു. ആ ടെസ്റ്റിന് പോയി, അത് തോറ്റുപോയി. അപ്പോൾ അടുത്ത ദിവസം ഡേറ്റ് എടുക്കണം. അതിനു വേണ്ടി ഞങ്ങൾ 3 മണി വരെ ഞങ്ങൾ തൊടുപുഴ ടൗണിൽ നിന്നു. അതിനുശേഷം വീട്ടിൽ വന്നു. ഇന്നിനി പോകാതിരുന്നാലോ, 2 പേര് ഞങ്ങൾ മടുത്തു. എന്നാൽ ഇനി പോകണ്ട എന്ന് വെച്ചാലോ എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. പക്ഷെ അന്നേരവും ഞങ്ങൾക്ക് ഇത് കൂടണം. ഇതുവരെ ഞങ്ങൾ 2 പേരും കൂടെ ഒരിടത്ത് ധ്യാനത്തിന് പോയിട്ടില്ല. ഇന്ന് ജിൽസ് ബ്രദർ പറഞ്ഞു നല്ല ധ്യാനമാണ്, സ്വർഗീയ അഭിഷേക ധ്യാനമാണ്. അത് പ്രമാണിച്ച് ഞങ്ങൾ ഇവിടെ വന്നു. ഇന്നിപ്പം 3-ാമത്തെ ദിവസമാണ്. സന്തോഷമുണ്ട് മനസ്സിനും. ഞങ്ങൾ 2 പേർക്കും ധ്യാനത്തിനെ പറ്റി നല്ലൊരു അനുഭവമാണ് പറയാനുള്ളത്. ദൈവത്തിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നൽകിയ എല്ലാവിധ അനുഗ്രഹത്തെ ഓർത്തുനിന്ന് നന്ദി പറഞ്ഞ് കരഞ്ഞടിച്ച് പ്രൈസ് ദി ലോർഡ്. കണ്ടോ?